വെൽക്കം ടു സിയ ക്രിയേഷൻസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സ്നാക്സ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം. 2 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരം, കുറച്ച് റവ വേണം. പിന്നെ ശർക്കര നമുക്ക് ഉരുക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് ശർക്കര എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാനായിട്ട് വയ്ക്കാം. ആദ്യം ശർക്കര നന്നായി ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കി മറ്റൊരു പാൻ വയ്ക്കാം. 2 നന്നായി പഴുത്ത ഏത്തപ്പഴം ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടുകൂടി കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വേവണം പഴം. ഇപ്പോൾ പഴം കുറച്ചൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് എടുക്കാം. നാളികേരം ആ നെയ്യിൽ കിടന്നിട്ടൊന്ന് നോക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഇത് നമുക്കിനി മേശ വെച്ചിട്ടൊന്ന് നല്ലോണം ഉടച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. റവ കുറച്ച് നേരം കിടന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയും പഴവും നാളികേരം എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പൊടിയായി നുറുക്കിയ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കി വയ്ക്കാം. നന്നായി കൈകൊണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കാം. നമുക്ക് എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കുറച്ച് വെളുത്ത എള്ളിൽ മുക്കി എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. സ്റ്റവ് നന്നായി ചെറുതാക്കി വെക്കണം. നല്ല ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.